ഹായ് ഗൈസ്, SI ബ്ലോഗ്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്ക് സ്വാഗതം. ഇന്നെൻ്റെ പുതിയ വീഡിയോ നമ്മൾ ഒരു ടൂറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. പോകാം വീഡിയോയിലേക്ക്. ഹായ് ഗൈസ്, ഇത് വെട്ടുകാട് പള്ളിയുടെ തീരപ്രദേശമാണ്, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇന്ന് രാവിലെയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ആളുകൾ കുറവാണ്, എങ്കിലും കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത പ്രകൃതി ഭംഗിയുണ്ട്. ഇത് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് കാണാം, വീഡിയോ എല്ലാവർക്കും കാണാം. കണ്ടില്ലേ, ആളുകൾ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അടുത്ത് തീരപ്രദേശം കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയിലാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് കാണാം. മീൻ പിടിച്ച് നിർത്തിയിട്ടിരിക്കുന്ന വള്ളങ്ങളാണ് ഇത് കിടക്കുന്നത്. ഗൈസ്, വല, മീൻ പിടിക്കാനുള്ള വല അവർ തിരിച്ച് വൃത്തിയാക്കുകയാണ്. അതാ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തീരപ്രദേശത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മളിതാ, ഹായ് ഗൈസ്, നമ്മൾ കടൽ തീരത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇതെല്ലാവർക്കും കാണാം. ഈ തിര കയറി വരുന്നുണ്ട്. ഈ സുന്ദരമായ ഈ ദൃശ്യം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്ത് നമ്മൾ പള്ളിയിലോട്ട് പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും. അതുവരെ വെയിറ്റ്. ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പള്ളി, വെട്ടുകാട്. നമ്മൾ രാവിലെ വന്നപ്പോൾ മലയാള പൂജ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മലയാള പൂജ കാണാൻ പറ്റിയില്ല. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ പള്ളിയിൽ വന്നു, പ്രാർത്ഥിച്ചു. നമ്മളടുത്ത് തിരിച്ചു പോകാനുള്ള ശ്രമത്തിനിടയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് നമ്മളെ കല്ല് വെച്ച് ചെയ്ത കൊടിമരം. ഇതാണ് വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ട് വശം. ഇതിൻ്റെ അകത്തിലൊക്കെയുള്ള വ്യൂ ഇപ്പം കാണിച്ചു തരാം. അൾത്താര എല്ലാം ഹായ് ഗൈസ്, നമ്മൾ വെട്ടുകാടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. അയന എന്ന ട്രാവലറാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. മാവളക്കടവ് എന്ന സ്ഥലത്തുള്ള ട്രാവലറാണ്. ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ വാഹനത്തിലുള്ള ഡാൻസും കളിയുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത്രയ്ക്ക് കപ്പാസിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ് ഇതിലുള്ളത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അടിപൊളി TV, മ്യൂസിക് സിസ്റ്റം സൂപ്പർ. എല്ലാവരെയും വണ്ടി പിടിക്കുക. ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ കണ്ടൽ ശ്രീദേവി ക്ഷേത്രം. ഇവിടെ ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു. നമ്മളെ ടീമുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രം. ഭക്തരുടെ ഒഴുക്കാണ് ഇവിടെ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ നേർച്ചയാണെന്നാണ് തോന്നുന്നത്, തുലാഭാരം. ഹായ് ഗൈസ്, നമ്മുടെ ആളുകൾ വന്നു. ഇവിടുത്തെ വിവിധതര നേർച്ചകളാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ടീം കടന്നു വന്നിരിക്കുന്നു.
ഹായ് ഗൈസ്, നമ്മുടെ വണ്ടി നേതൃത്വം നയിച്ച് കൊണ്ടുവന്ന ആളാണ് അജിയണ്ണൻ. അജിയണ്ണനാണ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇവിടെ ക്ഷേത്രത്തിൽ വൻ തിരക്കാണ്. നമ്മുടെ ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, ഓക്കെ. ഒരുപാട് ആളുകൾ ഇതുവഴി ഈ ക്ഷേത്രത്തിൽ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പ്രതിഷ്ഠയാണ് ഇതിൻ്റെ അകത്താണ്. ചിലപ്പോൾ നല്ല വെയിലാണ് ഇവിടെ ഇപ്പോൾ. എല്ലാം നമ്മുടെ ആൾക്കാരാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ക്ഷേത്രത്തിലോട്ട് വരണത് ആദ്യം ബസ്സിൽ വന്നിറങ്ങി അവിടെ നിന്ന് ബോട്ടിലാണ് ഇവിടെ കൊണ്ടുവിടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ തിരിക്കും. ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്ത സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങൾ അടുത്ത് കാണിച്ചു തരാം. നമുക്ക് പോകാം. ഗൈസ്, ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പോകാൻ വേണ്ടി തിരിക്കുന്നതാണ്. നമുക്ക് വന്ന ബോട്ടാണത്. അപ്പോൾ നമ്മൾ പോകും. കുറച്ച് ആൾക്കാർ വരാനുണ്ട്, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഉത്തിഷ്ട കാര്യങ്ങൾ നടക്കുമെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഇത് ഒരു തൊട്ടിൽ പോലത്തെ ഒരു സാധനമുണ്ട്. അത് കെട്ടിയാൽ ഉത്തിഷ്ട കാര്യം നടക്കുമെന്നാണ്. ഒരുപാട് ഭക്തർ കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് പോകാനുള്ള സമയമായി. അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ അപ്പുറത്തെ കരയിൽ പോവുകയാണ്. അവിടെ നിന്നാണ് നമുക്ക് ബസ് കയറാനുള്ളത്. അതിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം. നമ്മുടെ കൂടെ വന്ന ആൾക്കാരുണ്ട്. അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് നമുക്ക് ബാക്കി വീഡിയോ ഇട്ട് വരാം. ഹായ് ഗൈസ്, നമ്മൾ ചാമ്പ്രാണി മുക്കെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ടോക്കൺ എടുക്കേണ്ടത്. ടോക്കന് 150 രൂപയാണ് വില. 1 മണിക്കൂറാണ്. ദ്വീപിൽ 1 മണിക്കൂർ ഇരിക്കാനാണ് 150 രൂപ. അപ്പോൾ നല്ല കാണാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. ബാക്കി ആ സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൗണ്ടറിൽ പൈസ കൊടുക്കാൻ പോവുകയാണ്. കൊടുത്തിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. 150 രൂപ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ദ്വീപിലടിക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട്. ദ്വീപിലേക്കാണ് പോകുന്നത്. നമ്മൾ ആളുകളാണ് ഇതെല്ലാം കാണുന്നത്. നമ്മളിപ്പോൾ ദ്വീപിലേക്ക് നമ്മൾ തിരിക്കാൻ പോവുകയാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ദ്വീപിലേക്ക് തിരിക്കുന്നതാണ്. ബാക്കി ദ്വീപിൽ പോയിട്ട് കാണാം. നമ്മളെ ബോട്ട് ഇവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞു. ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ആൾക്കാർ 2 ബോട്ടിലോട്ട് പോയിരിക്കുന്നു. ഇത് നമ്മൾ കായലിൻ്റെ കരയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദ്വീപിലോട്ട്. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് കാണാൻ നല്ല സൈറ്റാണ്. എല്ലാവരും ഈ സ്ഥലത്ത് കാണാനെത്തുക. അവിടെ ചെന്നിട്ട് പിടിയെടുക്കും. നമ്മുടെ ദ്വീപ് എത്താറായി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബോട്ടുകളാണ് നമ്മൾ കാണുന്നത്. അതേപോലെ ദ്വീപിൻ്റെ ഹൗസ് ബോട്ടുകൾ കാണുന്നു. അതേപോലെ നമ്മുടെ ദ്വീപ് എത്താറായി. ദ്വീപിൽ നമുക്ക് കാല് ശകലം തട്ടി നടക്കാം. നമുക്ക് നടന്നങ്ങ് എവിടെ വേണോ വെള്ളത്തിലൂടെ നടന്നു പോവാം. അവിടെ എത്തുമ്പോൾ താഴ്ചയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിപ്പം ബാക്കി ഞാൻ കാണിച്ചു തരാം. അവിടെ എത്തിയതിന് ശേഷം ഞാൻ ബോട്ടിലായിപ്പോയി. കണ്ടില്ലേ ആളുകൾ ഇവിടെ നിൽക്കുന്നത്? അതേപോലെ നമുക്ക് നിൽക്കാം. അത്ഭുത ദ്വീപ്. ആളുകളൊക്കെ വെള്ളത്തിൻ്റെ അകത്ത് നടക്കുകയാണ്. കണ്ടില്ലേ, ആളുകളെല്ലാം വെള്ളത്തിൻ്റെ അകത്ത് നടക്കുന്നു. ഇതാണിതിനിവിടെ കടകളുണ്ട്. പലതരം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടോ, കടകൾ വരെ കാണുന്നു. നമ്മൾ ഞെട്ടിയായിരുന്നു. നമ്മൾ കടകളൊക്കെ കാണുകയാണ് ഗൈസ്. എല്ലാവർക്കും ബാക്കി നല്ല വൈബാണ് ഇവിടെ. ദ്വീപിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ ഇത്രയും താഴ്ചയേ ഉള്ളൂ. എല്ലാവർക്കും വന്ന് ഇവിടെ കടകളുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് വെള്ളത്തിൽ കാല് കുത്തിയിരുന്ന്, കണ്ടോ എൻ്റെ കാല് വെള്ളത്തിലാണ് ഇരിക്കുന്നത്. കുത്തിയിരുന്ന് നമുക്ക് കഴിക്കാം, ജ്യൂസ് കുടിക്കാം. ഇവിടെ ഇവിടുത്തെ വൈബ് വേറൊരു ലെവലാണ്. ഈ വൈബാണ് ഇവിടെ. നിങ്ങളെല്ലാവരും ഈ ഐലൻഡ് കാണാൻ വരിക. ഇത്രയും ഭംഗിയുള്ള ഐലൻഡ് നമുക്ക് ജീവിതത്തിൽ കാണാൻ കിട്ടില്ല. ബായ്.
തിരിച്ചു പോവുകയാണ്. ഈ സ്ഥലം എല്ലാവരും വന്ന് കാണുക. അത്രയ്ക്ക് കാണാൻ ഉള്ള സ്ഥലമാണ്. എല്ലാവരും വന്ന് കാണുക. വള്ളം വഴിയാണ് നമ്മൾ അടുത്ത സ്ഥലത്തിലോട്ട് പോകുന്നത്. ഒരു കണ്ടൽക്കാടാണ് പോകുന്നത്, കണ്ടൽക്കാട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. ഇതാണ് കണ്ടൽക്കാട്. അതിൻ്റെ അകത്തൂടെ പോകുന്നതാണ്. നമുക്കുള്ള സമയമായി. ബോട്ട് കരയ്ക്കടുത്ത് കഴിഞ്ഞ് നമുക്ക് ബായ് അടുത്ത് കാണാം. കര 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 കര. നമ്മൾ ഇത്ര പേരാണ് ബോട്ടിലുള്ളത്. ഇപ്പോൾ ഇറങ്ങാൻ പോയാണ്. എത്തി സമയത്തേറായി. കര അടുത്ത് തുടങ്ങി. നമ്മുടെ ഇന്നത്തെ ടൂർ അവസാനിച്ചു. ബായ്. ഹായ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഓൾ ബെൽ ബട്ടൺ അമർത്തൂ. എങ്കിൽ മാത്രമേ എൻ്റെ തുടർ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഹായ്.